ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എന്താണ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആയിട്ട് പരിപാടികൾ? എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഒന്ന് കറങ്ങാനായിട്ട് ഒരു മോളിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും പിള്ളേരെ പോകുന്നുള്ളൂ കേട്ടോ. ഹസ്ബൻഡിന് ഇന്ന് ഡ്യൂട്ടിയാണ്. അതല്ലെങ്കിലും ഉള്ളതാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ സൺഡേ ഹോളിഡേ ദിവസങ്ങളിലൊക്കെ പുള്ളിക്കാരന് ഡ്യൂട്ടി വരും കേട്ടോ. അങ്ങനെ മിക്ക പ്ലാനിങ്ങുകളും തെറ്റാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഞാൻ വിചാരിച്ചു ഞാനും പിള്ളേരും ഒക്കെ ആയിട്ട് അങ്ങ് പോകാമെന്ന്. ഈ ഒരു സൈഡിലോട്ട് ഞങ്ങൾ അധികം വന്നിട്ടില്ല. ഇന്ന് നല്ല മഞ്ഞ്, പതിവിലും നല്ല തണുപ്പും മഞ്ഞും ഒക്കെയുള്ള മൂടൽ മഞ്ഞും ഒക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. എന്തായാലും യാത്ര ഉദ്ദേശിച്ചത് മാറ്റി വെക്കണ്ടെന്ന് വിചാരിച്ചു ഇങ്ങിറങ്ങി. അത്യാവശ്യം ഭാഷയൊക്കെ അറിയാം. പിന്നെ നമുക്ക് മാപ്പുണ്ടല്ലോ, എവിടെ വേണമെങ്കിലും ഇപ്പോൾ പോകാമല്ലോ മാപ്പൊക്കെ നോക്കിയിട്ട്. ഇവിടെ മാപ്പ് നോക്കിയാൽ കറക്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റിൽ കൊണ്ടെത്തിക്കും കേട്ടോ. ഊബർ വിളിച്ചിട്ടായാലും നമുക്ക് ഈ ഊബറും റാപ്പിഡോ ഒക്കെ ഉള്ളത് കൊണ്ട് വലിയ ഉപകാരമാണ് കേട്ടോ. നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പൈസയൊക്കെ കൊടുത്ത് വണ്ടി വിളിച്ച് പോവുകയാണെങ്കിൽ ഒരുപാട് ക്യാഷ് ആകും. പക്ഷേ ഈ റാപ്പിഡോ ഊബർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നല്ലൊരു എന്താ പറയുന്നത്, വളരെ കുറച്ച് റേറ്റേ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഊബറൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ വന്നത്. എന്തായാലും നമ്മൾ വന്നിരിക്കുന്നത് വസന്ത് കുഞ്ചിലുള്ള ആംബിയൻസ് മോളിലോട്ടാണ്. ആംബിയൻസ് പറയുന്നത് പോലെ തന്നെ ആംബിയൻസ് ആണ് കേട്ടോ. അതിനുള്ളിലേക്ക് കയറുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെയൊക്കെ നല്ല സെലിബ്രേഷനൊക്കെ, നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ എന്താ പറയുന്നത്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ വിൻ്റർ വെക്കേഷന് ജസ്റ്റ് ഒന്ന് നാട്ടിൽ പോകാനായിട്ട് ഒന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ ഒരു 3-4 ദിവസം ടിക്കറ്റ് എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. പക്ഷേ ഒരു ടിക്കറ്റ് കിട്ടിയില്ല. ഒന്നാമത് കേരളയ്ക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ നെറ്റ് സ്ലോ ആയിരുന്നു ഇവിടുത്തെ. ഞാൻ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുന്ന ദിവസമെല്ലാം നല്ല മഞ്ഞുള്ള ദിവസമായിരിക്കും. മിക്കവാറും അത് നെറ്റ് ഇഷ്യൂ ആയിരിക്കും. അങ്ങനെയൊക്കെ കാരണങ്ങളാൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും നാട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ആശിപ്പിച്ചിട്ട് അത് പോകാതെ വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഒരു വിഷമമായി. അവർക്ക് തന്നെയല്ല, ആർക്കായാലും ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നല്ലൊരു എന്താ പറയുന്നത്, ഒരുപാട് തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും അത്യാവശ്യം വേണ്ടുന്ന തിരക്കുകളുണ്ട്. നമ്മുടെ ലുലു മാളിൻ്റെ കൂട്ട് അത്രയും ഭയങ്കരമായിട്ടുള്ള തിരക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിനുള്ളിൽ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി കേട്ടോ. മിക്കവാറും എല്ലാ ഷോപ്പിലും ഒക്കെ ഒന്ന് കയറി ഇറങ്ങി. ഒന്നും വാങ്ങിയില്ല കേട്ടോ. ഞാൻ വീട്ടിൽ നിന്നേ പറഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ വന്നാൽ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കണ്ട് കേട്ട് പോവുക, അല്ലാതെ ഒന്നും വാങ്ങാനോ പ്രത്യേകിച്ചും ഗെയിമിലൊന്നും കയറത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഗെയിമൊക്കെ കണ്ടപ്പം ഒരു രക്ഷയില്ല കേട്ടോ. രണ്ടുപേർക്കും കയറിയെങ്കിലും 1-2 കയറിയെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു കാണിച്ച ആ ഒരു ഡ്രസ്സ് ഉണ്ട്, നന്നായി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ വില നോക്കിയപ്പം 5000 സംതിങ് രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ അങ്ങനെ നടന്ന് ഒരുപാട് കറങ്ങി ഇതിനകത്ത് കേട്ടോ. നമ്മൾ ഒരു വഴിക്ക് ചെല്ലുമ്പോൾ അടുത്ത വഴി വന്ന വഴിയായിരിക്കും നമ്മൾ ചെല്ലുന്ന കയറുന്നത്. അങ്ങനെ ഒത്തിരി കറങ്ങി കേട്ടോ, നമ്മൾ ആദ്യമായിട്ടൊക്കെ വന്നതുകൊണ്ട്. അങ്ങനെ കുറേയൊക്കെ കയറി ഇറങ്ങി കണ്ടു. കുറേ നല്ല എന്താ പറയുന്നത്, നല്ല ചെറിയ സാധനങ്ങൾ, നല്ല ക്യൂട്ടായിട്ടുള്ള ഇതേപോലെയൊക്കെയുള്ള സാധനങ്ങൾ ഒരുപാട് കാണാൻ പറ്റിയ കേട്ടോ. നല്ല ഇഷ്ടം പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നേരെ പോയത് ഗെയിം സോണിലേക്കാണ് കേട്ടോ. ഗെയിം സോണിൽ ചെന്നപ്പോഴാണ് രണ്ടുപേർക്കും ഗെയിം കയറിയെങ്കിലേ പറ്റത്തുള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ ഗെയിമിലൊന്നും കയറ്റത്തില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ലുലു മാളിൽ നമ്മൾ നാട്ടിൽ വെക്കേഷന് പോയപ്പം ലുലു മാളിൽ ചെന്നപ്പം അത്യാവശ്യം വേണ്ടുന്ന ഗെയിമൊക്കെ കയറിയതാണ്. അതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെയും. പിന്നെ അന്നേരം പിന്നെ കയറണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ ഇവിടെ വന്നപ്പം രണ്ടുപേർക്കും അതിൽ കയറിയെങ്കിലേ പറ്റത്തുള്ളൂ. പിന്നെ എന്തിനാ ഇവിടെ വന്നേന്നൊക്കെയുള്ളൊരു ചോദ്യമായി. എന്നാൽ പിന്നെ ഞാനും വിചാരിച്ചു, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട് കാർഡൊക്കെ എടുത്തു. എല്ലാ ഗെയിമിലും കയറി കേട്ടോ. അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സ്വസ്ഥമായിട്ട് നല്ല റിലാക്സായിട്ട് ഗെയിമിലൊക്കെ കയറി സ്വസ്ഥമായിട്ട് ഇതൊക്കെ അവരിന്ന് ഗെയിം ഒക്കെ കളിച്ചു കേട്ടോ.
അങ്ങനെ ഗെയിമും ഒക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 10:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 2 മണിയോളം ആയി കേട്ടോ. ഇതുവരെ ആർക്കും വിശപ്പൊന്നും ഉണ്ടായില്ല. ഗെയിമിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ 2 പേർക്കും വിശക്കുന്നു. പിന്നെ നമ്മൾ KFCയിൽ പോയി ഈ ഒരു കോംബോയാണ് വാങ്ങിയത് കേട്ടോ. അങ്ങനെ എന്തായാലും ഈ 25-ൽ അവസാനത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു. അപ്പം വീഡിയോസൊക്കെ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.